ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വൂളൻ ത്രെഡിൽ ക്രോഷേ ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത്. നമുക്ക് ഒരു ഗ്രാനി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അത് ബേസിക്കാണ്. നമ്മളെല്ലാത്തിലും ഈ ഡിസൈൻ ഉണ്ടാക്കി നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ടാക്കും. അപ്പോൾ ഇത് ബേസിക്കായിട്ടുള്ള ഗ്രാനി സ്ക്വയർ ബിഗിനേഴ്സിനുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം 5 ചെയിൻ ഇടുക. 5 ചെയിൻ ഇട്ടിട്ട് അതിനെ റിങ് ആക്കുക. ആദ്യത്തേൽ കൊണ്ടുവന്ന് കുത്തി ഒരു റിങ് പോലെ ആക്കിയെടുക്കുക. എടുത്ത് ഇനി നമുക്കൊരു 3 ചെയിൻ, അതാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. നമ്മുടെ അതായിട്ട് കൗണ്ട് ചെയ്യും നമ്മൾ. ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഇത് അതിൽ ചുറ്റി 3 നൂല് അതിൽ കാണും. എന്നിട്ട് 2 ആക്കുക, രണ്ടാക്കുക, പിന്നെ 1 ആക്കുക. അങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. 2 1. ഇനി ഒരു ഡബിൾ ക്രോഷ്യയുടെ അരിച്ചാണ്. അപ്പം നമ്മൾ ആദ്യം 3 ചെയിൻ എടുത്തത് കൊണ്ട് നമുക്ക് 2 ഡബിൾ ക്രോഷ്യയിലെടുത്താൽ മതി. അപ്പം 3 ഡബിൾ ക്രോഷ്യ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലാണ് ആ 3 എടുത്തത്. 3 ഡബിൾ ക്രോഷ്യയിലുണ്ട്. ഇനി നമുക്ക് 2 ചെയിൻ എടുക്കുക. എന്നിട്ട് അടുത്ത 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. 3 ഡബിൾ ക്രോഷ്യ. മൂന്ന് 2 1. അതാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന വിധം. അപ്പോൾ ഇപ്പോൾ 2 സെറ്റായി. ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയാണ്. 3 വീതമാണ്. മൊത്തത്തിൽ 12 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 2 ചെയിൻ ഇട്ടിട്ട് വേണം പോകാൻ. ഗ്യാപ്പ്. രണ്ട് ചെയിൻ എടുത്തു. അടുത്ത ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. മൂന്ന് 2 1. 3 2 1. 3 2 1. എന്നിട്ട് അതിൽ കൊണ്ട് ജോയിൻ ചെയ്യണം. ആദ്യത്തെ നമ്മൾ 3 ചെയിൻ എടുത്തില്ലേ, അതിൻ്റെ അവസാനത്തെ ചെയിനിൽ കൊണ്ട് ജോയിൻ ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കുക. കണ്ടോ, ഇങ്ങനെ വരും. നമ്മൾ ആദ്യത്തേത് ഇങ്ങനെ വരും. എങ്കിലേ അത് ശരിയായെന്ന് അർത്ഥമുള്ളൂ. 4 കോർണർ വരും. 4 കോർണർ. എന്നിട്ട് അടുത്ത മുകളിലത്തത് 3 ചെയിൻ എടുക്കുക. ആദ്യം ചെയ്ത പോലെ. എന്നിട്ട് ആ ഇതിൽ തന്നെ ഡബിൾ ക്രോഷ്യ. ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം. ഇതിലിപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അടുത്ത നമ്മൾ 2 ചെയിൻ ഗ്യാപ്പ് ഇട്ടില്ലേ, അതിലോട്ട് ഒരു ചെയിൻ എടുത്തിട്ട് അതിലോട്ട് പോകണം. ഡബിൾ ക്രോഷ്യ. ഒരു കോർണറിൽ 2 സെറ്റ് ഡബിൾ ക്രോഷ്യ വേണം. ഒരു സെറ്റ് എന്ന് പറയുന്നത് 3 ഡബിൾ ക്രോഷ്യ. അടുത്തയിലോട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് വേണം അടുത്തയിലോട്ട് പോകാൻ. ഒരു ചെയിൻ കഴിഞ്ഞ് അതിൽ 6 ഡബിൾ ക്രോഷ്യ ഇടണം. 3 3 6.
അപ്പോൾ ഒരു സ്ക്വയറായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിൻ ഇട്ടെടുത്ത് അത് പറയാം, ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞില്ല. കോർണർ തോറും ഈ 2 എണ്ണമാണ്. ആ ഓരോ കോർണറിലും 2 സെറ്റാണ്. 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് 2 ചെയിനിട്ട് 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെയാണ് കോർണറിൽ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഈ 6 ഡബിൾ ക്രോഷ്യ ഇട്ട് 2 ചെയിനിട്ട് ചെയ്യണതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലാസ്റ്റ് കൊണ്ടുവന്ന് അതിൽ കൊണ്ടുവന്ന് ഉറപ്പിക്കണം. സ്ലിപ്പ് സ്റ്റിച്ചാണ്, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആ ചെയിനിൻ്റെ അതിൻ്റെ അകത്തൂടെ പോകണം. ചിലപ്പോൾ അത് കടന്നു പോകാൻ പ്രയാസമായിരിക്കും, അത് വരും. കോർണറിലല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ആ കോർണറിൽ മറ്റേ ആദ്യം ചെയ്ത പോലെ 3 ചെയിനിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് പുറത്തോട്ട് 1 ചെയിനിട്ട്, അപ്പോൾ ആ 1 ചെയിനിൻ്റെ സ്ഥലത്തെല്ലാം 3 ഡബിൾ ക്രോഷ്യ മതി. 6 വേണ്ട, അവിടെ 1 ഡബിൾ ക്രോഷ്യ മതി. ഇനി ആ കോർണറിൽ 2 എടുക്കുന്നിടത്ത് അതിൽ 6 ഡബിൾ ക്രോഷ്യ വേണം. 3 കഴിഞ്ഞ് 2 ചെയിന്, 3 കഴിഞ്ഞ് 2 ചെയിന് ഇട്ടിട്ട് വീണ്ടും 3, അങ്ങനെ ഈ 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം ആ കോർണറിൽ. ഒരു ചെയിന്, അവിടെ 3 ഡബിൾ ക്രോഷ്യ, 2 1 കോർണറിൽ വന്നു. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാനി സ്ക്വയറാണ്. ഇനി ഇതിൽ തന്നെ ഫ്ലവറിലൊക്കെ ചെയ്യാം. ഞാൻ ഓരോ മോഡൽ കാണിക്കാം ഓരോ ഇതിൽ. അടുത്തത് ഇത് കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ ജോയിൻ ചെയ്യുന്ന വിധമാണ്. 2 ടൈപ്പ് ഓഫ് ജോയിൻ ചെയ്യൽ ഞാൻ കാണിക്കാം, അതുകൂടെ കാണണം എല്ലാവരും. അപ്പം നമ്മൾ കോർണറിൽ 2 ആ 1 ചെയിൻ ഇട്ടെടുത്തെല്ലാം 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെ വരും. കയ്യിൽ ചുറ്റിയാണ് ചെയ്യുന്നത്. ചിലരിങ്ങനെ 2 വിരലിൻ്റെ ഇടയിൽ വെച്ച് ചെയ്യും. പക്ഷേ എനിക്കിതാണ് പണ്ട് മുതലേ ഞാനിതാണ് പഠിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ പറ്റും. കുറച്ച് ചുറ്റി വിരലിൽ ചുറ്റി വെച്ചിട്ട് വിട്ട് കൊടുത്താൽ മതി. സ്പീഡിന് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പാടാണ്. ആദ്യം ചെയിനിട്ട് പഠിക്കുക, പിന്നെ ഡബിൾ ക്രോഷ്യ പഠിക്കുക, പിന്നെ അത് കഴിഞ്ഞ് സ്ലിപ്പ് സ്റ്റിച്ച്
എന്ന് പറയുന്നത് ഇതിൽ ഒരെണ്ണം ഇരിക്കുമ്പോൾ മറ്റേ നൂലെടുത്ത് അതിൻ്റെ അകത്തൂടെ വലിച്ചെടുക്കും. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ ആ കോർണറിൽ കൊണ്ടുവന്ന് എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി 3 ചെയിൻ എടുത്തു, പിന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിൽ അപ്പോൾ നമ്മൾ കോർണറിൽ ഇപ്പോൾ ഒന്നേ ചെയ്യണുള്ളൂ. നമ്മൾ ഇത് ചുറ്റി വരുമ്പം അവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുവന്ന് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യണം. അവിടെ കൊണ്ടുവന്ന് ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. മനസ്സിലായില്ലെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞുതരാം. ക്രോഷ്യയുടെ കുറേ ടൈപ്പ് ഇത് കാണിച്ചു തരാം, ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ. എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തതിൽ ഞാനിത് രണ്ട് സ്ക്വയർ എങ്ങനെ ജോയിൻ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ടേബിളിലിടാനാണെങ്കിൽ അതിൻ്റെ ആ ഷേപ്പിൽ ചെയ്ത് വരണ്ടേ. അപ്പോൾ നമുക്കതനുസരിച്ച് ജോയിൻ ചെയ്ത് വരണം. കൊടുത്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്യുന്നതാണ്. നൂല് വെട്ടി അതിൻ്റെ ഇതിൽ നിന്ന് എടുത്ത് ചെയിൻ പോലെ അവിടെ സൈഡിലുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ആ നൂല് വെച്ച് വലിച്ചിങ്ങനെ എടുക്കും. സൂചി വെച്ചും എടുക്കും. എന്നിട്ട് കുറച്ച് ദൂരം പോയിട്ട് നൂലങ്ങ് വെട്ടിയാൽ മതി. അപ്പോൾ നൂലൊന്നും വെളിയിൽ കാണില്ല. ഇങ്ങനെ വരും. അടുത്തതിൽ ഞാനിത് 2 പീസ് ജോയിൻ ചെയ്യുന്നത് കാണിക്കുന്നതാണ്.